കുറിയൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടൊക്കെയാണ് മേടിച്ചതാണ്. പണിയൊക്കെ എടുത്ത് അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ GoPro മേടിച്ചത്. അപ്പോൾ അത് മേടിങ്ങൊക്കെ കുറച്ച് ഊരിയിട്ട് കണ്ടില്ലേ, ഞാൻ സംസാരിക്കണ മൈക്ക് അവിടെ ആയിരിക്കും കണ്ടില്ലേ, വയറ് പോയി കണ്ടില്ലേ, കുറേ നിലത്ത് വീണിട്ടും ഒക്കെ വീഡിയോ എടുത്ത ഈ വീഡിയോ ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, കുറച്ച് പേരൊക്കെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ യൂട്യൂബിൻ്റെ ആദ്യമൊക്കെ കമൻറ്റ് വരുന്നായിരുന്നു ബ്രോൻ്റെ വീഡിയോ സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ സെറ്റപ്പ് എന്ന് പറയാൻ വലിയ വീഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ ഒന്ന് അതിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. എന്താണെന്നറിയോ, ഞാൻ ആദ്യം വീഡിയോ എടുക്കണ്ടായിരുന്നു എൻ്റെ മൊബൈലിലായിരുന്നു. ഞാൻ കാണിച്ചു തരാം, ആ മൊബൈൽ ഞാൻ കാണിച്ചു തരട്ടെ. Realme 5 Proൻ്റെ 6GB RAM 64GB സ്റ്റോറേജ് ഉള്ള ഈ ഒരു Realme 5 Pro. ഈ വീഡിയോയിലാണ് ഞാൻ 1K എൻ്റെ യൂട്യൂബ് 1K വരെ തന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഈ ഫോണാണ്. കുറേ നിലത്ത് വീണിട്ടും ഒക്കെ വീഡിയോ എടുത്ത് ഈ വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ GoPro ആണ് എടുക്കുന്നത്. GoPro എടുത്തുള്ള വീഡിയോ ഒക്കെ ഉണ്ട്, ഒരുപാട് ആഗ്രഹിച്ച് എടുത്താണ് GoPro ഒക്കെ. കുറിയൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടൊക്കെയാണ് മേടിച്ചതാണ്. പണിയൊക്കെ എടുത്ത് അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ GoPro മേടിച്ചത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഈ മൊബൈലാണ് എൻ്റെ എന്താ പറയുക വീഡിയോക്ക് തുടങ്ങാനും വീഡിയോ തുടങ്ങിയിട്ട് എന്താ പറയുക 1K വരാൻ എന്നെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മൊബൈലാണ് വേണമെങ്കിൽ പറയാം. 1K അടിക്കാൻ വരാൻ എൻ്റെ എഡിറ്റിങ്ങും ഓയിലൊക്കെ മൊബൈലാണ് ചെയ്യാറ്. അപ്പോൾ മൊബൈലിൽ ഞാൻ വേറത്തേക്ക് എല്ലായിട്ട് വീഡിയോ എടുക്കാറ്. ഞാൻ കുറച്ച് സാധനം കാണിച്ചു തരാം. സംഭവം ഉണ്ടല്ലോ, ആ വീഡിയോൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ സാധനത്തിന് വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാറ്. ഇതിൻ്റെ ആഡ്കോമിൻ്റെ ഒരു ട്രാവൽ ലെൻസാണ്, ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. കണ്ടോ ഫ്രണ്ട്സ്, ആഡ്കോമിൻ്റെ ഒരു ട്രാവൽ ലെൻസ് ആട്ടത്. ആഡ്കോമിൻ്റെ ഒരു ട്രാവൽ ലെൻസാണ് സംഭവം. എനിക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് ആഡ്കോമിൻ്റെ ഒരു ട്രാവൽ ലെൻസ്. ഇത് ജസ്റ്റ് മൊബൈലിൻ്റെ ബാക്കില്ല, ആ ബാക്കിലാണ് വയ്ക്കിയത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ GoProൻ്റെ പോലെ ഈ വൈഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ശ്രദ്ധിച്ച് നോക്കി കണ്ടോ, കുറേ സ്ക്രാച്ചൊക്കെ ഉണ്ട്. കാരണം കുറേ വീഡിയോ എടുക്കാൻ കുറേ നിലത്തൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം എനിക്ക് വീഡിയോ GoPro കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ GoPro എന്ന് തന്നെ വേണേൽ പറയാം, 3ാം കണ്ണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സംഭവം. ആഡ്കോമിൻ്റെ ട്രാവലൻസ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് 10,000 രൂപയായിട്ട് കേട്ടോ. ആഡ്കോമിൻ്റെ ഈ ബ്രാൻഡ് സാധനം കേട്ടത്. അത്യാവശ്യം നല്ല വിഷ്വൽസൊക്കെ കിട്ടണമായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി ചെയ്യാം. പിന്നെ ഇതാ ഇത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ബോക്സ് കണ്ടില്ലേ നിങ്ങൾ, ഈ ബോക്സാണ് നമ്മുടെ GoProൻ്റെ ഇല്ല കയ്യിലാണ് GoProൻ്റെ ചാർജർ, ഈ ടൈപ്പ് ചാർജർ. പിന്നെ ഇത് GoProൻ്റെ ഒരു സ്റ്റിക്കാട്ടാ ഹാൻഡിൽ കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റിക്ക് പിടിച്ചാലല്ല പറയാനുള്ളത്, GoProൻ്റെ സ്റ്റിക്കാട്ടാ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അടിപൊളി സാധനം കേട്ടോ. അത് വേണ്ടതാ, ഇത് GoProൻ്റെ കേസ് ഒരെണ്ണുള്ള വേറെ കേസ് മേടിക്കണം. ഈ കേസിൻ്റെ അടിയിൽ ഞാൻ ഹെൽമെറ്റ് വെച്ച് വർത്താൻ പറയുമ്പോഴേക്ക് ഇങ്ങനെ മൈക്ക് വേണം കണക്ട് ചെയ്യണം. ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിരിക്കുന്ന സംഭവമുണ്ട് അഡാപ്റ്റർ, ഞാൻ കാണിച്ചു തരട്ടെ ഒരു മിനിറ്റ്. വേണ്ട, ഈ അഡാപ്റ്റർ കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ചെറിയ സംഭവമാണ് ഈ അഡാപ്റ്റർ കേട്ടോ. ഈ കട്ട സാധനം കേട്ടോ, അടിയിൽ കിടക്കുന്ന കട്ട. ഈ സംഭവത്തിന് നമ്മുടെ നാട്ടിൽ 400-500 രൂപയുടെ സാധനം കേട്ടോ അത്. പിന്നെ GoProൻ്റെ ഈ കേസ് ഇതിന് ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്ത ഈ സംഭവത്തിന് 10,000 രൂപയുണ്ട്, 1,100 രൂപയുണ്ട് ഈ കേസിന്. പിന്നെ ഈ ഇതിന് അതെ ഇതെൻ്റെ വലിയമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ 10,600 രൂപ വിലയുണ്ട് ഇതിന്. പിന്നെ മോനോമൻ്റെ ഒരു മൈക്ക് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യാറ് ഹെൽമെറ്റ് വീഡിയോ എടുക്കുമ്പോൾ. ഉള്ളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് കൈസ മൈക്ക് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വോയിസ് ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ GoProൻ്റെ ഓൺ വോയിസാണ് നിൽക്കുന്നത്. മനോമൻ്റെ മൈക്ക് ഇതാണ്. ഒരു കാർഡ് റൈഡറും പിന്നെ OTG ആണ് ഇത് കാണുന്നത്. കാരണം മെമ്മറി കാർഡ് ഇതിൽ ഇട്ടിട്ടാണ് ഞാൻ മൊബൈലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാറ്. മൊബൈലാണ് ഫോൺ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്, വേറെ സിസ്റ്റം കാണുന്നില്ല. ഇത് വേറെ എക്സ്ട്രാ മൈക്ക്, ഞാൻ അതേ യൂസ് ചെയ്യാറില്ല. കുഴപ്പമില്ല, നല്ലൊരു മൈക്കാണ്. 10,200 നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ മേടിച്ചതാണ്. ഇത് ബ്രോയ്ക്ക് മേടിച്ചെന്ന് മൈക്കാട്ടത്. അല്ല അയ്യോ സോറി അതാണ് ഹെൽമെറ്റിലിരിക്കുന്നത്, ഇത് ഞാൻ മേടിച്ചാൽ. പിന്നെ ഈ സംഭവമാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഹോൾഡ് ചെയ്യാറുള്ള എന്താ പറയുക, ജസ്റ്റ് കാണിച്ചു തരാം, പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ സംഭവമാണ് ഞാൻ എന്താ പറയുക ഹെൽമെറ്റിലേക്ക് മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചിട്ട് മൗണ്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഒരു സ്ക്വയർ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടാണ് ഞാൻ മൊബൈലൊക്കെ വെച്ച് വീഡിയോ എടുക്കാറ്. ഇത് വയ്ക്കും, ഇതിനുള്ളിൽ മൊബൈൽ വയ്ക്കും, പ്ലസ് നമ്മുടെ ഈ ലെൻസും വയ്ക്കും. ഇതിലാണ് വീഡിയോ എടുക്കാറുള്ളത്. അത് സ്ക്രൂ ടൈപ്പ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു സ്ക്രൂ അങ്ങനത്തെ സാധനം ഇത് പിന്നെ ഹെൽമെറ്റ് ഒട്ടിക്കാനുള്ള എന്താ പറയുക സ്റ്റിക്കർ മൗണ്ടുകളൊക്കെ ഉണ്ട്. അതിന് സ്ക്രൂവ് അതുപോലെ സ്റ്റിക്കർ മൗണ്ടൊക്കെ നമ്മൾ ഹെൽമെറ്റിന് വെക്കണതാണ്. പിന്നെ ഞാൻ കൊണ്ടുവയ്ക്കുന്നത് ബാഗ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു വീഡിയോ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ. ഇത്രേ ഉള്ളൂ. കണ്ടില്ല ഈ കുറച്ച് കാണുന്ന വീഡിയോ സെറ്റപ്പ് ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറൊക്കെ ചെയ്യാറ്. പിന്നെ മെയിനായിട്ട് GoProൻ്റെ വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അത് പറയണ്ട. അപ്പോൾ GoPro മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് 2 ആഴ്ച, 1 മാസം 1.5 മാസം ഒക്കെ ആവണുള്ളൂ. അധികം വീഡിയോസൊന്നും GoPro ചെയ്ത് തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇനി ഷൂട്ട് ചെയ്യണം, പവറാക്കണം നമുക്ക് കാര്യങ്ങളൊക്കെ. കുറേ പ്രാങ്ക് ചെയ്യണം, പിന്നെ കുറേ പ്രാങ്ക് ചെയ്യണം. പിന്നെ വണ്ടിയുടെ കുറേ റിയാക്ഷൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകണം. അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ നമ്മുടെ ഇപ്പോൾ പൈസയും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നല്ല വർക്കും പൈസയൊക്കെ ആയിട്ടാണ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ ചാനൽ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണത്, കുറേ കാര്യങ്ങൾ ചെയ്യും. പിന്നെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. നമ്മുടെ അധികം പൈസയും കാണുന്നില്ല, അതാണ് നമ്മൾ സഹായിക്കാത്തത്. ചെറിയ വോയിസ് പുറത്തുനിന്നൊക്കെ നോയിസും കേൾക്കേണ്ട വല്ലതും ക്ഷമിക്കണം. കാരണം പിന്നെ മൈക്ക് കണക്ട് ചെയ്തിട്ടൊന്നല്ല വർത്താനം പറയണത്. ഞാൻ എൻ്റെ ഹെൽമെറ്റിനെല്ലാം ചെയ്തോണം സെറ്റപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഹെൽമെറ്റ് കേട്ടോ. സാധാരണ ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റാണ്. വെഗാൻ്റെ മറ്റേ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോഡലാട്ടാ. ഹെൽമെറ്റ് അവിടെ ഒരു മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി. മെയിനായിട്ട് പിന്നെ ഫ്രണ്ടിലാണ് ഇത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്ന് മേടിച്ച് വെച്ചോണ്ടാട്ടെ മൗണ്ട്. നാഡ്കോമിൻ്റെ ഒരു ഫസ്റ്റ് എഡിഷൻ ലെൻസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗോപ്രോൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ സംഭവം അടിപൊളി കേട്ടോ. സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്ന നെയ്മ. പിന്നെ മെയിനായിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുക്കാറ്. ഇവിടെയാണ് വെക്കാറ്. ഞാൻ മൈക്കൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഫുൾ പാഡാട്ടോ. ഈ പാഡിങ്ങൊക്കെ കുറച്ച് ഊരിയിട്ട് കണ്ടില്ലേ. ഞാൻ സംസാരിക്കണ മൈക്ക് ഇത് അവിടെ ആയിരിക്കണം കണ്ടില്ലേ. ഈ വയറ് പോയി കണ്ടില്ലേ. ഇവിടെ നിന്ന് വെച്ചിട്ടാണ് കൊടുത്തോണത്. മൈക്ക് ഏതാ ഇവിടെ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചോണത്. മൈക്ക് കുറച്ച് ഒറ്റക്കാണ്ട് വീഡിയോ എടുക്കണം. എനിക്കവിടെ എല്ലാവരും ഉണ്ടാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സംസാരിക്കണത് ക്യാപ്ചർ ചെയ്യും. പിന്നെ വയറൊക്കെ ഉള്ളിലൂടെ പോയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജാക്ക് ഉണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അഡാപ്റ്ററിൻ്റെ അവിടെ ഈ ജാക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇത് എക്സ്ട്രാ ഒരു ജാക്ക് ഉണ്ട് ഇവിടെ. സാധാരണ ഹെഡ്സെറ്റിൻ്റെ ഒരു സാധാരണ വയറ് പോലെയാണ് ഈ ഫ്രണ്ടിലത്തെ ഇത് കാണേണ്ടത്. അത് കൂടാണ്ട് എക്സ്ട്രാ ഒരു 2 ജാക്ക് എന്നൊരു ജാക്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണം ഡാറ്ററിന് കണക്ട് ചെയ്തല്ല. ഗോപ്രോയിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഓഡിയോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ടാണ് അതാ കാണിച്ചുതരാം. ഇങ്ങനെ പിടിക്കും, ഫ്രണ്ടിൽ വയ്ക്കും. ആ സാധനം പുറത്തോട്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഇത് അത് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് അത് കണക്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതിപ്പോൾ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഗോപ്രോ ഇല്ല, ഗോപ്രോയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഈ സംഭവമില്ല, അഡാപ്റ്ററിൻ്റെ വയറ് കണ്ടില്ല. ഇത് ഇവിടെ പോയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേസ് ഇങ്ങനെ വയ്ക്കുക. ഹെൽമെറ്റ് വെച്ചിട്ട് ഹെൽമെറ്റുമ്പോൾ ഗോപ്രോ സെറ്റപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക. എൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ട്. ഇതാണ് ഹെൽമെറ്റ് കാണുമ്പോൾ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജാക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഇങ്ങനെ ജസ്റ്റ് കാണിച്ചെന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കുക. ഇതിനുള്ളിൽ ഗോപ്രോ വെച്ചാൽ ഗോപ്രോ ഉണ്ടാവും. ഇപ്പോൾ ഗോപ്രോ ഉള്ളതുകൊണ്ട് ഗോപ്രോ ഇല്ല. ആരും വ്യത്യാസമുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ സെറ്റപ്പ്. മെയിനായിട്ട് ഗോപ്രോയാണ് എൻ്റെ കയ്യിലുള്ള മെയിൻ സെറ്റപ്പ്. പിന്നെ എഡിറ്റിങ്ങിനായാലും എന്ത് കാര്യത്തിനായാലും എൻ്റെ കയ്യിലുള്ളത് ഒരു മൊബൈൽ റിയൽമി 5 പ്രോൻ്റെ ഒരു മൊബൈൽ. സാധാരണ 6GB റാം ഒരു മൊബൈൽ ഇട്ടാൽ കണ്ടില്ലേ. ഈ ഒരു മൊബൈൽ ഇതാണ് നമ്മുടെ ചെക്കൻ. ഇതിലാണ് എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തും ഇതുവരെ ഇനി എഡിറ്റ് ചെയ്യാൻ പോണതും. വേറെ മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. ഇതിലാണ് ഒക്കെ എഡിറ്റിങ്ങും ഒക്കെ നടത്തുന്നതില്ല കേട്ടോ. പിന്നെ ഈ ഹെൽമെറ്റ്, പിന്നെ ആഗ്രഹിച്ച് മേടിച്ച നമ്മുടെ ഈ ഗോപ്രോയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ സെറ്റപ്പ്, വീഡിയോൻ്റെ സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചുകൊണ്ട് പൊട്ടിച്ചേക്ക്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കയ്യിൽ കോപ്പറ ഇല്ലയെന്ന് കരുതി ഒരിക്കലും യൂട്യൂബ് തുടങ്ങാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, നല്ലൊരു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരെയും നല്ല ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിന് നല്ലൊരു ക്യാമറ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റാഷൻ 4 വന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. ട്രാക്ഷൻ 4 അങ്ങേരെ ആളേലൊന്നും എന്തായാലും നല്ലൊരു മൊബൈലും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആളൊക്കെ അവിടെ എത്തിയില്ല. നല്ല രീതിയിൽ നല്ലൊരു യൂട്യൂബറായി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും പിന്തുടരുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാലത്ത് ഒന്നിനെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കണ്ട പേരൊക്കെ ബൈ.